ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ ഓണപരീക്ഷ ഒക്കെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഹരിജ മിസ്? നമ്മുടെ ഇംഗ്ലീഷിന്റെ ഈ വർഷത്തെ ഇംഗ്ലീഷ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് എക്സാം ഇപ്പോൾ UP ക്ലാസ്സിൽ നോക്കുകയാണെങ്കിലും ഹൈസ്കൂളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. നോക്കുമ്പോൾ അത്യാവശ്യം ആ ഒരു പാറ്റേൺ വെച്ച് പഠിച്ചു പോയിട്ടുള്ള ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് എഴുതി പോരാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു. അതായത് ഒരു എ ഗ്രേഡിലേക്കൊക്കെ എന്തായാലും എത്താൻ പറ്റും. അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്താൽ എ ഗ്രേഡിലേക്ക് എത്തും. പക്ഷെ A+ലേക്ക് എത്തണമെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യണം. അതേ അവസ്ഥ തന്നെയായിരുന്നു ഹിന്ദിയുടെയും അല്ലെ. നമ്മളെ 10ാം ക്ലാസ്സിലെ എക്സാം വളരെ എന്താ പറയാ 36 മാർക്ക് വരെ ഈസി ആയിട്ട് എത്താൻ പറ്റും. പക്ഷെ ആ 40ലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിരുന്നു. 5ാം ക്ലാസ്സിന്റെ എക്സാം ആണ് ഹിന്ദിയിലെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം 5ാം ക്ലാസ്സിൻ്റെത് മാത്രമായിരുന്നു. ബാക്കിയെല്ലാം ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഓണപരീക്ഷക്ക് പഠിച്ച പോലെ പഠിച്ചാൽ മതിയാവോ? ഇല്ല. ഇനിയിപ്പോ നമുക്ക് ക്രിസ്മസ് എക്സാം വരുന്നു, ഫൈനൽ എക്സാം വരുന്നുണ്ട്. ഇതിനൊന്നും ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച ഇപ്പൊ ഈസി ആയിട്ട് എഴുതി പോന്നിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേ പാറ്റേണിൽ പഠിച്ചു പോയാൽ മതിയായിരിക്കും എന്ന് ഒരു കോൺഫിഡൻസ് ഇപ്പൊ എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഓണം എക്സാമിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് എക്സാമിന് പോയി കഴിഞ്ഞാൽ എന്തായാലും വലിയൊരു റീസൺ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓണപരീക്ഷയ്ക്ക് നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യും, ക്രിസ്മസ് എക്സാമിന് ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂടും. ഇനിയും ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇവരിപ്പോ ഇനി പരീക്ഷയൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു അനലൈസ് ചെയ്ത് യോഗങ്ങളൊക്കെ മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ഇനി ടഫ് ആക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്ത് ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോഴായിരിക്കും അവർ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ടഫർ ആവാനാണ് ചാൻസ്. ടഫർ ആവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നേരത്തെ എക്സാം ടഫായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, സമയം നമുക്ക് കിട്ടും. അപ്പൊ എന്തുകൊണ്ട് പിന്നെ ഒരു ക്വാളിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് ക്വാളിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. സോ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾ ഫ്യൂച്ചറിലും എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി എന്ത് ചെയ്യണം, ഇനിയുള്ള എക്സാംസ് ഒക്കെ നമ്മൾ കാണണം. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ എക്സാമിനറിലെ ഓരോ ബാച്ചുകളുള്ളത്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അധികം ടൈം കളയണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ തീരുമാനത്തിലേക്ക് എത്താം, നമ്മുടെ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കാം.